ചേട്ടാ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു ശബ്ദ സന്ദേശത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചേപ്പിക്കാം. എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ ആരും മറുപടി നൽകില്ല. യൂണിഫോം ഇട്ട ആളുകളോട് കാര്യം ചോദിച്ചാൽ നായയെ നോക്കുന്ന കണ്ണുകൾ കൊണ്ടുപോലും നോക്കില്ല. പിന്നീട് പോലും ഒരു മറുപടി പറയില്ല. എല്ലായിടത്തും കൈക്കൂലിയാണ്. വെള്ളിയാഴ്ച രാത്രിയാണ് ഞാൻ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ ഇവിടെ വന്നത്. കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയുള്ള ആംബുലൻസ് വിളിച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത്. 5 ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. ഇനി അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെയാണ്: എൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പുറം ലോകത്തെ അറിയിക്കണം. വേണു എന്ന് പറയുന്ന ഒരു വ്യക്തി തിരുവനന്തപുരം മെഡിക്കൽ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് പോയപ്പം അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം വിവരിച്ചുകൊണ്ടുള്ളൊരു വോയിസ് മെസ്സേജിലെ കാര്യങ്ങളാണിത്. ആ ഒരു വിഷയത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? വേണു എന്ന് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹം ഈ 1-ാം തീയതിയാണ് അദ്ദേഹത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്, നെഞ്ചുവേദനയെ തുടർന്ന്. അതിനുമുമ്പ് തന്നെ അദ്ദേഹത്തിനെ ചവറയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ, സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നു. അവിടുന്ന് അദ്ദേഹത്തിനെ ജില്ലാ ആശുപത്രി, കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് വിടുന്നു. ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഇതുപോലെ ഹൃദയത്തിന് അസുഖവുമായി ചെല്ലുന്ന ആളുകളെ ചികിത്സിക്കാനുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ല. അവിടെ ആര് ചെന്നാലും അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. സിസ്റ്റം മൊത്തം എററാണ്. അതിൻ്റെ പ്രശ്നമാണ്. ഈ സിസ്റ്റം എററായിരിക്കുന്നിടത്തോളം കാലം എങ്ങനെയാണ് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ആളുകളുടെ ഒരു ജീവിതശൈലി വെച്ചിട്ടും പിന്നീട് കോവിഡിന് ശേഷവും ഹൃദയാഘാതത്തിൻ്റെ തോത് വളരെ വലുതാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇതാണ് അവസ്ഥ. എല്ലാ ആളുകൾക്കും പെട്ടെന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് ലക്ഷങ്ങൾ കൊടുത്ത് കൊണ്ടുപോകാനുള്ള സ്ഥിതിയൊന്നും ഉള്ളവരല്ല. ഇനി അങ്ങനെ സ്ഥിതി ഇല്ലാത്തവർ പോലും ചില സമയത്ത് ഇതുപോലെയുള്ള ജീവൻ വേണം, ജീവൻ തിരിച്ചു കിട്ടണം എന്ന് വിചാരിച്ചിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. സ്വകാര്യ ആശുപത്രിയിൽ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഞങ്ങൾ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഉടൻ തന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ആശുപത്രിയിൽ അങ്ങനെയല്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ വേണുവിൻ്റെ ഭാര്യ, അദ്ദേഹം സ്നേഹസമ്പന്നനായ ഒരു കുടുംബനാഥനായിരുന്നു. അദ്ദേഹം തൻ്റെ മക്കളെ അത്രയധികം സ്നേഹിച്ച 2 പെൺമക്കളാണ്. അവരെ സ്നേഹിച്ച മകൾ IAS കാരിയാകണം എന്നാഗ്രഹിച്ച ഓട്ടോ ഡ്രൈവറായ സാധാരണക്കാരനായ ഒരു അച്ഛൻ 5 ദിവസമാണ് ആ മെഡിക്കൽ കോളേജിൽ ഇട്ടിട്ട് ആ മനുഷ്യനെ കൊന്നിവിടെ നമുക്ക് തിരികെ തന്നത്. ഒരാൾ അതുപോലെ ഹൃദയത്തിന് പ്രശ്നമായിട്ട് ചെല്ലുന്ന ഒരാളെ അടിയന്തരമായി ചികിത്സിക്കേണ്ടതിന് പകരം 5 ദിവസം 3 ദിവസം ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇദ്ദേഹത്തിന് 1-ാം തീയതി രാത്രി 7:47 മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലുന്നത്. അവിടെ മെഡിക്കൽ വാർഡിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ വാർഡിൽ പ്രവേശിപ്പിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരു കട്ടിൽ കിട്ടി. അത് കഴിഞ്ഞ് 3-ാം ദിവസം കാർഡിയോളജി വാർഡിലേക്ക് മാറ്റി. അവിടെ അദ്ദേഹത്തിനെ കിടത്തിയത് നിലത്താണ്. ഹൃദയാഘാതമുള്ള ഒരാളിനെ കിടത്തിയത് നിലത്താണ്. എവിടെ നമ്മുടെ ഈ സംവിധാനമെല്ലാം പുരോഗതിയാണെന്ന് പറയുന്നത്. പണ്ടാണ് ആളുകൾ നിലത്ത് കിടക്കുന്ന ഒരു രീതി ഉണ്ടായത്. ഞാനുമൊക്കെ പോയി കൂട്ടുകിടന്നിട്ടുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ആരെങ്കിലുമൊക്കെ കിടക്കുമ്പോൾ നമ്മൾ കൂട്ടുകിടക്കാൻ പോകുമ്പോൾ ഈ കിടക്കുന്ന രോഗിയും ഇതുപോലെ ഏതെങ്കിലും വരാന്തയിൽ പാവിരിച്ചായിരിക്കും കിടക്കുന്നതിന് ഇപ്പുറത്ത് നമ്മൾ എവിടെയെങ്കിലും മാറി നമ്മൾ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യും. അപ്പോൾ അത്ര ശോചനീയമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. വന്ന് പ്രഭാഷണം നടത്താൻ ആർക്കും പറ്റും, പ്രസംഗിക്കാൻ ആർക്കാണ് പറ്റാത്തത്? പ്രവൃത്തിയിൽ കാണിക്കുകയല്ലേ വേണ്ടത്. ആശുപത്രിയിൽ 5 ദിവസമാണ് ഒരു മനുഷ്യനെ പ്രവേശിപ്പിച്ചത്. ആ 5 ദിവസവും യാതൊന്നും ചെയ്യാതിരുന്ന ആളുകളാണ്. അതായത് എമർജൻസി ആൻജിയോഗ്രാം ചെയ്യണം എന്നാണ് പറഞ്ഞത്. എമർജൻസി ആൻജിയോഗ്രാം ചെയ്യേണ്ട ഒരാളിനെയാണ് 5 ദിവസം അവിടെ വെറുതെ ഇട്ടിരുന്നത്. ആ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് യാതൊരു പരിശോധനയും നടത്തിയില്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ അസുഖമായി വരുന്ന ഹൃദയാഘാതമുള്ള ഒരാളിനെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ചികിത്സ ഉറപ്പാണ്. കാശ് കൊടുക്കണം, അത് മറ്റൊരു കാര്യം. ഈ ഡോക്ടർ പറയുന്ന പോലെ ആരെയാണ് ഈ ഡോക്ടർ പറഞ്ഞു പറ്റിക്കാൻ നിൽക്കുന്നത്? അവിടെ മൊത്തം കുഴപ്പമാണ്. അവിടെ മാത്രമാണ് ഒരു കുഞ്ഞിൻ്റെ, ഇന്നും ഞാൻ എവിടെയോ കണ്ടു, ഒരു കുഞ്ഞിൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്ത് മുറിച്ച് കളഞ്ഞില്ലേ ആ കുഞ്ഞിൻ്റെ കൈ. പിന്നെ അതുപോലെ മറ്റൊരു വാർത്ത ഞാൻ കണ്ടത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഒരാളുടെ കയ്യിൽ ഈർക്കിൽ കൊണ്ടു, ഈ നടുവിരലിനും ചുണ്ടുവിരലിനും ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഇവിടെ കണ്ടാണ് കൊണ്ടത്.
അപ്പോൾ അത് പഴുത്ത് സർജറി നടത്തിയപ്പോൾ ഈർക്കിലില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ ഒന്നുമില്ലെന്ന്. അപ്പോൾ രോഗി പറഞ്ഞു ഡോക്ടറെ അവിടെ അല്ല, ഞാൻ കാണിച്ചു തരാം, അതാണ്ട് ഇവിടെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. ഓ അവിടെ ആണോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പിന്നെ രണ്ടാമത് സർജറി നടത്തി. ആദ്യം ഒരു സർജറിയാണ്, ചുമ്മാ എടുക്കുകയല്ല. ആദ്യം സർജറി നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ രോഗി പറഞ്ഞു ഡോക്ടർ അവിടെ അല്ല, ഇങ്ങ് വാ, അതാണ്ട് ഇവിടെയാണ് ഈ സാധനം ഇരിക്കുന്നത്. രോഗി കാണിച്ചു കൊടുക്കുകയാണ് ഡോക്ടർക്ക്. അതാണ് അവസ്ഥ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊന്നും ആരോടും പറയല്ലേ, നമ്മൾ പറയത്തില്ല ആരോടും പറയല്ലേ എന്ന് പറയുന്ന പോലെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ അയാൾ പരാതി കൊടുത്തു. ഈ സിസ്റ്റം എന്ന് പറയുന്നത് മുഴുവൻ ഇങ്ങനെ തകർന്ന് കിടക്കുകയാണ്. ഈ വേണുവിനെ ബുധനാഴ്ച വൈകിട്ട് എക്കോ കാർഡിയോഗ്രാം കൊണ്ടുപോകും. അപ്പോൾ അത്രയും ദിവസം ശ്രദ്ധിച്ചില്ല. ഇദ്ദേഹത്തിനെ ബുധനാഴ്ചയാണ് എക്കോ കാർഡിയോഗ്രാം ചെയ്യുന്നതിനായിട്ട് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുമ്പോഴാണ് കടുത്ത നെഞ്ചുവേദന ഉണ്ടാകുകയും അദ്ദേഹത്തിന് ICUവിൽ പ്രവേശിപ്പിക്കുന്നു. രാത്രി 10:45 അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു തൻ്റെ ജീവന് ആപത്താണ്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സുഹൃത്തിന് ഈ ശബ്ദരേഖ അയച്ചു കൊടുക്കുന്നത്. തൻ്റെ സുഹൃത്ത് അൻവർ സാദത്ത്, അത് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനാണ്, ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ്. അൻവർ സാദത്തിനോട് പറയുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദരേഖ പുറത്തു വിടണം. അങ്ങനെ ഒരു ശബ്ദരേഖ തൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുക്കാനും അത് അദ്ദേഹം പുറത്തു വിടുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിത് അറിഞ്ഞത്. അതല്ലെങ്കിൽ തന്നെ ആളുകൾക്കറിയാം. ഇതിപ്പോൾ ഇദ്ദേഹം ഈ ശബ്ദരേഖ കൊടുത്തില്ലെങ്കിൽ പോലും അറിയാം, ഹൃദയാഘാതമായി വരുന്ന ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. കാരണം ഉടനെ ഒന്നും പരിശോധിക്കത്തില്ല. യൂറോപ്പിലെ സിസ്റ്റമാണ്. യൂറോപ്പിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഡോക്ടറെ കാണണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എമർജൻസി ആണെന്ന് ഡോക്ടർക്ക് തോന്നണം. അതിപ്പോൾ നമ്മളിപ്പോൾ ചെന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞായിരിക്കും നമ്മൾക്ക് ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുക. അതുപോലെയാണ്. കാരണം അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, സംവിധാനങ്ങളില്ല. പിന്നെ പണ്ടാണ് ഈ രോഗികളൊക്കെ ചെല്ലുമ്പോൾ പുച്ഛത്തോടെ കാണുക. അതിപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പണ്ട് നമ്മുടെ കൊല്ലത്തുനിന്ന് കുണ്ടറയിൽ നിന്നൊക്കെ ആളുകൾ ഈ ജില്ലാ ആശുപത്രിയിലൊക്കെ, എൻ്റെ വല്യമ്മയൊക്കെ, എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ, അങ്ങനെ ബന്ധുക്കളുമൊക്കെ മിക്കവാറും എല്ലാവരും, ഞങ്ങൾക്ക് കാഞ്ഞിരക്കോട് കായലിലെ കരിമീൻ എന്ന് പറയുന്നത് ലോകപ്രശസ്തമായ കരിമീനാണ്. കാഞ്ഞിരക്കോട് കായലിലെ കരിമീൻ നല്ല കരിമീൻ എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല ടേസ്റ്റാണ്. വേറെ എവിടുത്തെയും കരിമീൻ പോലെ അല്ല, അപാര ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഈ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ആശുപത്രിയിൽ ചെല്ലും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കാണുമായിരിക്കും, ജില്ലാ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ സർജറിയൊക്കെ പറയും. അപ്പോൾ പിന്നെ ചെല്ലുന്ന ഡോക്ടറുടെ വീട്ടിൽ കാണാനായിട്ട് ചെല്ലും. അന്ന് ഈ കാശ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർക്ക് 2-3 കിലോ കരിമീനുമായിട്ടാണ് ചെന്ന് കാണുന്നത്. അപ്പോൾ ഡോക്ടർ ഹാപ്പിയായി. പിറ്റേന്ന് സർജറി ചെയ്യുമ്പോൾ ഡോക്ടറുടെ സ്വന്തം ആളാണ് ഈ പേഷ്യൻറ്റ്, ഡോക്ടറുടെ സ്വന്തം, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ആ രീതി ഉണ്ട്, ആളുകൾക്ക് ഉണ്ട്. അതാണ് ഇദ്ദേഹവും പറയുന്നത്, കാശ് കൊടുക്കാതെ ഒന്നും നടക്കില്ല, അവിടെ മുഴുവൻ അഴിമതിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഒരു നായ്ക്ക് കിട്ടുന്ന പരിഗണന പോലും ഒരു രോഗിക്ക് കിട്ടുന്നില്ല. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർ കൃത്യമായി മറുപടി പറയുന്നില്ല. ഇത് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ പണ്ട് നമ്മുടെ ആശുപത്രിയെ പറഞ്ഞ ധർമാശുപത്രി എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ധർമാശുപത്രി എന്ന് പറഞ്ഞാൽ തീരെ നിവൃത്തിയില്ലാത്ത ആളുകൾ ചികിത്സയ്ക്കായിട്ട് ചെല്ലുന്ന ഇടം. അപ്പോൾ അന്ന് ചെല്ലുമ്പോൾ ഈ ആളുകളെ പുച്ഛിക്കുകയാണ് അവിടുത്തെ ജോലിക്കാർ. ആ പുച്ഛ മനോഭാവം തന്നെയാണ് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ പോകുന്നത്. അത്യാവശ്യം സാമ്പത്തികമായി സ്ഥിതിയുള്ള ആളുകളും എല്ലാ വിഭാഗവും ഇപ്പോൾ അങ്ങനെ ധർമ്മം എടുത്ത് ജീവിക്കേണ്ട ഗതികേടൊന്നും ആർക്കും ഇല്ലല്ലോ. എല്ലാവരും സാമ്പത്തികമായി അത്യാവശ്യം നല്ല സ്ഥിതിയിലുള്ള ആളുകളാണ്. ആ ചെല്ലുന്ന ആളുകളെപ്പോലും ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എല്ലാവരെയും നമ്മൾ അങ്ങനെ പറയുന്നില്ല, ചില വിഭാഗം ജീവനക്കാർക്ക് ഇപ്പോഴും പുച്ഛമാണ്. അവിടെ നമ്മൾ ചെന്ന് നിന്നാൽ അറിയാം, അങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ പോയിട്ടുള്ള ആളുകൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ ചെന്ന് തിരക്കിയാൽ തന്നെ അവർക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. സമയത്ത് ചിലപ്പം OP എടുക്കാൻ നിൽക്കുന്നു, അവിടെ കാണില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ കുഴപ്പങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം എററായി പിന്നെ ഇതിനെ ഒരു നിലവാരത്തിലോട്ട് ആക്കിയെടുത്തത് 2006 VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് വന്നു. അതിനു മുമ്പ് ഈ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന ഒരു ഗ്ലാമർ വകുപ്പൊന്നുമല്ല. ആരോഗ്യവകുപ്പ് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു പോകേണ്ട ഒരു വകുപ്പാണ്. പക്ഷേ ഇപ്പോൾ ധനകാര്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഗ്ലാമർ അതിനില്ല. PK ശ്രീമതി മന്ത്രിയാവുന്നു.
പി കെ ശ്രീമതി മന്ത്രിയായതിനു ശേഷം പി കെ ശ്രീമതി ചെയ്തത് കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടു. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഇപ്പോൾ താലൂക്ക് ആശുപത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് കയറുമ്പോൾ ഒരു ചെറിയ കുടിസുമുറി പോലുള്ള ഒരു സംവിധാനത്തിലായിരിക്കും. പക്ഷേ ആ സംവിധാനത്തെ മാറ്റിയിട്ട് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിന് ഉള്ള ബാക്കി സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അത് ശ്രീമതി ടീച്ചറാണ്. അത് കഴിഞ്ഞാണ് ശൈലജ ടീച്ചർ വരുന്നത്. അപ്പോൾ ശ്രീമതി ടീച്ചറുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ശൈലജ ടീച്ചറിലെത്തുന്നു. ശൈലജ ടീച്ചറിലെത്തുമ്പോഴാണ് ഈ വകുപ്പ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വകുപ്പായിട്ട് മാറിയത്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും അഭിപ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാകാം. എങ്കിൽ പോലും ആ ശൈലജ ടീച്ചർ ഈ വകുപ്പിനെയും ആ വകുപ്പിൽ അതായത് എല്ലാവരുമായും ശൈലജ ടീച്ചർക്കൊരു മന്ത്രിക്ക് ആ വകുപ്പിൽ തൻ്റെ വകുപ്പിലുള്ള എല്ലാവരുമായും കണക്ഷൻ. ഞാനൊരു വോയിസ് ക്ലിപ്പ് കേട്ടത്, ഒരു രോഗി വിളിക്കുകയാണ് മന്ത്രിയെ വിളിച്ചിട്ട് പരാതി പറയുകയാണ്. എവിടുന്നോ നമ്പർ കിട്ടി, നമ്പർ തപ്പിയെടുത്തിട്ട് വിളിച്ചു. മന്ത്രി അറ്റൻഡ് ചെയ്തു. മന്ത്രി എടുത്ത് പറഞ്ഞു, ഞാൻ കുറേ നേരമായി ഈ ആശുപത്രിയിൽ വന്ന് നിൽക്കുകയാണ്, ഡോക്ടറില്ല, 1.5-2 മണിക്കൂറായി, അരമണിക്കൂറായി കാണത്തേ ഉള്ളൂ, പറയുമ്പോൾ 2.5 മണിക്കൂർ എന്നൊക്കെ പറയും. ഞാനെനിക്ക് ഇങ്ങനെ വയ്യ, അവശതയാണ്, ഇവിടെ ഡോക്ടറില്ല, ഒ പിയിൽ ആരുമില്ല, എന്നെ പരിശോധിക്കാൻ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ അടുത്ത സെക്കൻഡിൽ തന്നെ ഡോക്ടറെ വിളിച്ചു മന്ത്രി ഡയറക്റ്റ് ഡോക്ടറെ വിളിക്കുകയാണ്. അപ്പോൾ ഒരു ലേഡിയാണ് ഡോക്ടർ എന്നാണ് എൻ്റെ ഓർമ്മ ആ വോയിസിൽ. മന്ത്രി ചോദിച്ചു, ഇങ്ങനെ അവിടെ ഒരു പേഷ്യൻ്റ് വന്ന് ഇപ്പോൾ ഉണ്ട്, എന്താണ് നിങ്ങൾ നോക്കാത്തത് എന്ന് ചോദിച്ചു. ആ പറഞ്ഞു, മാഡം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമോ? അങ്ങനെ ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. ഇത്രയും നേരം ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു, അങ്ങനെ ഒരു മറുപടി പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. ആ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും, ശരിയാണ്, പക്ഷേ ആ മനുഷ്യൻ എത്ര നേരമായി അവിടെ നിൽക്കുന്നു, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്, ഒരു രോഗിയാണ്. അയാൾ ഡോക്ടറെ കണ്ട് തൻ്റെ രോഗാവസ്ഥ പറഞ്ഞ് അതിന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ ആ ആളിനോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അത് അയാൾ കേൾക്കുമോ? ഞാനിപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, എത്രയും പെട്ടെന്ന് അയാൾക്ക് ചികിത്സ കൊടുക്കുക. നോക്കൂ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അവരെന്നാൽ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മന്ത്രി പേടിപ്പിക്കുന്നൊന്നുമില്ല, പക്ഷേ കാര്യം പെട്ടെന്ന് ചെയ്യും. ഡീൽ ചെയ്തു. അയാളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ വരും, ആൾ വരും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ, ഡോക്ടറോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ വകുപ്പിനെ അല്ലേ അത് മോശം പറയുന്നത്, ആളുകൾ നാളെ ഇറങ്ങി പറയില്ലേ ഇത്, അപ്പോൾ അത് നമ്മളെ ബാധിക്കില്ലേ, ഞാനിപ്പം നിങ്ങളുടെ ഭാഗം നിന്നാണ് സംസാരിക്കുന്നത് എന്ന് ഡോക്ടറോട് പറയുന്നു. എന്നിട്ട് രോഗിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം ഡോക്ടർ വരും കേട്ടോ എന്ന് പറഞ്ഞു. അത് കട്ട് ചെയ്തു. അത് മാത്രമല്ല, അവർ എല്ലാ ദിവസവും രാവിലെ ഈ പ്രധാന ഉദ്യോഗസ്ഥരുമായിട്ട് രാവിലെ സംസാരിക്കും, ആരോഗ്യവകുപ്പ് ഡയറക്ടറുമായിട്ടൊക്കെ സംസാരിച്ച് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് വകുപ്പിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ, ഇതെല്ലാം വീട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് മന്ത്രി ഓഫീസിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് അവർ ഈ വകുപ്പിനെ കൊണ്ടുപോയത്. അതായത് ഒരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുത്തു. ആരോഗ്യവകുപ്പിലെ ഒരു അറ്റൻഡർ മുതൽ ഡോക്ടർ, അങ്ങനെ ആ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആൾക്ക് നമ്മളെങ്ങനെയാണ് ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്ക് നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാവരെയും അറിയാം എന്ന് പറഞ്ഞതുപോലെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ട്, ആരൊക്കെയുണ്ട്, എല്ലായിടത്തും മന്ത്രിയുടെ കണ്ണെത്ത്. അതായത് ഇപ്പോൾ ഗണേഷ് കുമാർ, അതും എതിരഭിപ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു മന്ത്രിയുടെ ശ്രദ്ധ എല്ലായിടത്തും എത്തുന്നു എന്ന് വരുമ്പോൾ എന്ത് പറ്റും? നന്നായി ജോലി ചെയ്യും അല്ലേ? മന്ത്രി പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം ആദ്യം മന്ത്രിയായ സമയത്ത് ഇങ്ങനെ വണ്ടി കൊണ്ട് കുണ്ടറ ഇട്ടിരിക്കുകയാണ്, അത് പോകുന്നില്ല. നമ്മൾ കയറി ഇരിക്കുക, 1 മിനിറ്റായിട്ടും. അപ്പം ആരൊക്കെ ബഹളം ഇടുന്നു, എന്താ പോകാത്തതെന്നൊക്കെ ചോദിച്ചപ്പം കണ്ടക്ടർ പറഞ്ഞു, അതേ പ്രധാന സ്റ്റോപ്പുകളിൽ 1 മിനിറ്റെങ്കിലും നിർത്തി ആളിനെ എടുക്കണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പോയാൽ പിന്നെ ഞങ്ങളുടെ പണിയങ്ങ് പോകും. ആ പേടിയുള്ളത് കൊണ്ടാണ്. ഈ ആരെയും പേടിയില്ലെങ്കിൽ ഇതുപോലെ സിസ്റ്റം മൊത്തം എററാവും. മന്ത്രി അത് കൃത്യമായി ഇടപെടണം. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടല്ല. മന്ത്രി ഇടപെട്ടാൽ ഇതുപോലെ വേണുവിനെ പോലെ ഒക്കെയുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമോ? 5 ദിവസം ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ആ മനുഷ്യന് വേണ്ട ചികിത്സ കൊടുക്കാതിരുന്നിട്ട് അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ ആരും അംഗീകരിക്കില്ല. എത്ര ചികിത്സാ പിഴവുകൾ, നമുക്കതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓരോ ഘട്ടത്തിലും നമ്മുടെ ഒരു വലിയ ലിസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളത് പറയുന്നില്ല, കാരണം സിസ്റ്റം എററായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിസ്റ്റത്തെ നന്നാക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്വം. ആരോഗ്യവകുപ്പിനെ വളരെ നന്നായി
എത്രയോ ആളുകൾ വലിയ ഹോസ്പിറ്റൽ സ്വകാര്യ ആശുപത്രികളിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിലേക്ക് വന്നത് മരുന്ന് വാങ്ങിക്കാനായാലും ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള കുഴപ്പം പലയിടത്തും ഇതുപോലെ അത്യാവശ്യത്തിന് മരുന്നില്ല. ഹൃദ്രോഗം പോലെയുള്ള ഒരു രോഗത്തിന് നിങ്ങളിപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ മരുന്നില്ല. അവിടെ ഡോക്ടർ കാർഡിയോളജി സംവിധാനമുണ്ട്, പക്ഷേ ഗുണമില്ല. നേരെ മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി ചെല്ലാൻ പറയും, പാരിപ്പള്ളിയിലും ഒന്നുമില്ല, അവിടെ നേരെ മെഡിക്കൽ കോളേജ് ചെല്ലാൻ പറയും. മറ്റസുഖം പോലെ അല്ല, ഹൃദയത്തിന് വേണ്ടത് ഏറ്റവും അടിയന്തിരമായി ചികിത്സ കൊടുക്കേണ്ട അസുഖമാണ് അല്ലേ. ബാക്കി നമുക്കിപ്പോൾ പനിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫൈനൽ സ്റ്റേജ് ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ലാസ്റ്റ് ഘട്ടമാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇതങ്ങനെയുള്ളൊരു രോഗമല്ലല്ലോ. ഏറ്റവും അടിയന്തരമായി നമ്മൾ ചികിത്സ കൊടുക്കണം. ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു ആ സമയത്തിനുള്ളിൽ ചികിത്സിക്കേണ്ടതാണ്. അത് അതിന് വേണ്ടിയിട്ട് എങ്ങും ഒന്നുമില്ല. തെരുവ് നായ കടിച്ച് പേവിഷബാധയേറ്റ് എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. ഇത് പറയുന്ന ആളുകളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ട് മന്ത്രി ഭരിക്കരുത്. മന്ത്രിക്ക് മന്ത്രിയുടേതായ ഇത് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടുന്ന സ്കില്ലല്ല. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്കില്ല് കിട്ടണമെങ്കിൽ അതിന് ആ മന്ത്രി പഠിച്ച സ്കൂളിൽ പഠിച്ചിട്ടൊരു കാര്യമില്ല. മന്ത്രി വേറെ പള്ളിക്കൂടത്തിൽ പഠിക്കണം. അപ്പോൾ സിസ്റ്റം എററാകത്തില്ല. ഈ സിസ്റ്റം എററായാൽ മന്ത്രിക്ക് ഇത് നന്നാക്കാനുള്ള സ്കില്ലുണ്ടാകണം. ഞാൻ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നതൊക്കെ എനിക്കിതറിയണ്ടേ. എനിക്ക് ഈ ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ ഇതിൻ്റെ തലപ്പത്താണ്, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊരു പിണ്ണാക്കും അറിയത്തില്ല. താഴെയുള്ളവരിതെല്ലാം ചെയ്യും, എന്നിട്ട് വന്ന് പറയും, ഞാൻ എല്ലാം മൂളി കേൾക്കും. ഓ, മനസ്സിൽ പറയും, എൻ്റെ ദൈവമേ എനിക്കൊരു പുല്ലും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. വളരെ സങ്കടകരമായ വാർത്തയാണ് വേണുവിൻ്റെ മരണം. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിന് മാപ്പില്ല. ശരി.